ഇന്റർകാസ്റ്റ് മാരേജ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, എസ്പെഷ്യലി ഇന്നിപ്പോൾ നമ്മൾ നായർ ഈഴവ മിക്സ് വെഡിങ്ങിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. ഇപ്പം ഈ കുറേ കാലമായിട്ട് നമുക്ക് വരുന്ന എൻക്വയറീസ് കൂടുതലും ഈ പറയുന്ന നായർ ഈഴവ വെഡിങ്സ് എങ്ങനെ ചെയ്യാം, കാരണം പലർക്കും അറിയത്തില്ല അത് എങ്ങനെയാണ് റിച്വൽസ് കൊണ്ടുപോകണം, അല്ലെങ്കിൽ സെയിം ആണെന്നാണ് വിചാരം. അതെ, സംസാരിച്ച് ലാസ്റ്റ് വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ചടങ്ങുകൾ നടക്കുന്നത് അല്ലെങ്കിൽ പൂജ എങ്ങനെയാണ് എന്ന് ചോദിക്കുമ്പോഴാണ് അതിപ്പം എന്താ, നമ്മൾ പയ്യൻ നായരാണ് അല്ലെങ്കിൽ പെൺകുട്ടി ഈഴവയാണ്, അല്ലെങ്കിൽ തിരിച്ച് പെൺകുട്ടി നായരാണ് പയ്യൻ ഈഴവയാണ്, പക്ഷേ ഹിന്ദു വെഡിങ് അല്ലേ, അപ്പൊ ഹിന്ദു വെഡിങ്ങിന്റെ ചടങ്ങുകളായിട്ട് അങ്ങ് പോകുന്നു എന്നാണ് പലരുടെയും ഒരു മറുപടി. ശരിക്കും ഇതുപോലൊക്കെ ഒരു കല്യാണം വരുമ്പം രണ്ട് സമുദായത്തിനെ നമ്മൾ മ്യൂച്വലായിട്ട് റെസ്പെക്ട് ചെയ്തുകൊണ്ട് തന്നെ വേണം നമ്മൾ ഈ കല്യാണം പോകാൻ. അപ്പം അതിനകത്ത് ഈ നമ്മളുടെ ഒരു പത്തനംതിട്ട, കോട്ടയം, ആലപ്പുഴ, കൊല്ലം സൈഡിലൊക്കെ വരുന്ന ഒരു ചടങ്ങിനകത്ത് വരുന്ന കുറച്ച് കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞുതരാം. ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത്, ഉറപ്പായിട്ടും കല്യാണത്തിന് ഈഴവ വെഡിങ്ങിന് ഒരു ശാന്തി അല്ലെന്നുണ്ടെങ്കിൽ ഒരു പൂജാരി ഉറപ്പായിട്ടും വേണം. അതേപോലെ തന്നെ നായർ വെഡിങ്ങിനകത്ത് വരുമ്പോഴത്തേക്ക് അവിടെ ഒരു പൂജാരി ഇല്ലെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, അവിടെ ഒരു കരയോഗത്തിന്റെ ഒരാളും ബാക്കി ഈ പറഞ്ഞ നമ്മുടെ കുടുംബത്തിൽ പ്രായമുള്ള ഒരാളുണ്ടെന്നുണ്ടെങ്കിൽ കല്യാണം സിമ്പിളായിട്ട് കോർഡിനേറ്റ് ചെയ്യാൻ പറ്റും. സെക്കൻഡ് തിങ് എന്ന് പറയുന്നത്, ഉറപ്പായിട്ടും അവിടെ ഒരു ആചാര്യവന്ദനം അല്ലെങ്കിൽ ഒരു ഗുരുദേവ വന്ദനം, ഇതും NSSന്റെ സൈഡിൽ നിന്ന് ആചാര്യവന്ദനവും SNDP സൈഡിൽ നിന്ന് ഗുരുദേവ വന്ദനവും ഉറപ്പായിട്ടും എല്ലാ കല്യാണങ്ങൾക്കും നടത്താറുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു കോമൺ ആയിട്ടൊരു വെഡിങ് നടത്തുമ്പോൾ ഇത് രണ്ടും നടത്തണോ, അല്ലെങ്കിൽ ഇതിൽ ഏതാണ് നടത്തേണ്ടത്, അല്ലെങ്കിൽ ഇത് രണ്ടും നമ്മൾ ഒഴിവാക്കി ഒരു ഗണപതി സ്തുതിയിൽ മാത്രം നടത്തുന്നോ എന്നുള്ളത് രണ്ട് വീട്ടുകാരുടെയും തീരുമാനമാണ്. അതിനകത്ത് ശരിക്കും എന്താ പറയുക, വേറെ പുറത്തുനിന്ന് ആർക്കും തന്നെ അഭിപ്രായം പറയാനുള്ള ഒരു റൈറ്റ് ഇല്ല. ബിക്കോസ് അത് നിങ്ങൾ രണ്ടുപേരും കൂടിയിട്ടാണ് തീരുമാനിക്കുന്നത് നമ്മളുടെ ചടങ്ങുകൾ എങ്ങനെ പോകണം എന്നുള്ളത്. അപ്പോൾ നമ്പർ 3, ഈഴവ വെഡിങ്ങിന് എപ്പോഴും ഏത് കല്യാണത്തിനും ആദ്യം നമ്മൾ സ്വീകരിക്കുന്നത് വരനെയായിരിക്കും, പക്ഷേ സ്റ്റേജിനകത്തോട്ട് കയറ്റുന്നത് ആദ്യം ഈഴവ വെഡിങ്ങിന് ബ്രൈഡിനെ ആയിരിക്കും. ബ്രൈഡിനെ ഫാമിലിയും കയറി കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ ഗ്രൂമിനെ ഫാമിലിയും വിളിക്കുന്നത്. അതേ സമയത്ത് നായർ വെഡിങ്ങിനകത്ത് വരുമ്പോഴത്തേക്ക് ആദ്യമേ ഗ്രൂമിനെ മണ്ഡപത്തിൽ ഇരുത്തി കഴിഞ്ഞതിന് ശേഷമാണ് ബ്രൈഡിനെ കൊണ്ടുവരുന്നത്. നമ്പർ 4 എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ ഈഴവ വെഡിങ് വരുമ്പോൾ എപ്പോഴും ആദ്യം കന്യാദാനവും അതിനുശേഷം താലികെട്ടലും മാലമാറ്റലും നടക്കും. പക്ഷേ എന്നാൽ നായർ വെഡിങ്ങിന് വരുമ്പോഴത്തേക്ക് താലികെട്ടലും അതുപോലെ തന്നെ മാലമാറ്റലും കഴിഞ്ഞ ശേഷമായിരിക്കും നമ്മൾ കന്യാദാനത്തിലേക്ക് കടക്കുക. നമ്പർ 5, നായർ വെഡിങ്ങിനകത്ത് കൂടുതലും ഇരുന്നുകൊണ്ട് തന്നെയാണ് താലി കെട്ടുന്നത്, പക്ഷേ ഈഴവ വെഡിങ്ങിനകത്ത് വരുമ്പോഴത്തേക്ക് നിന്നുകൊണ്ടാണ് താലി കെട്ടുന്നത്. നമ്പർ 6 എന്ന് പറയുന്നത്, ഈഴവ വെഡിങ്ങിൽ വരുമ്പോൾ ആദ്യം പെൺകുട്ടി പയ്യന് പൂമാല അണിയിക്കുന്നു, അതിനുശേഷം പെൺകുട്ടിക്ക് പയ്യൻ താലി കെട്ടുന്നു, പിന്നീട് പെൺകുട്ടിക്കുള്ള പൂമാല ഇടുന്നു. അങ്ങനെയാണ് ഈഴവ വെഡിങ്ങിലെ ചടങ്ങ് പോകുന്നത്. പക്ഷേ എന്നാൽ നായർ വെഡിങ്ങിൽ വരുമ്പോൾ ആദ്യം പയ്യൻ പെൺകുട്ടിക്ക് താലി കെട്ടുന്നു, അതിനുശേഷം പൂമാല അണിയിക്കുന്നു, പിന്നീട് തിരിച്ച് ഇങ്ങോട്ടേക്കും പൂമാല അണിയിക്കുന്നു. അപ്പം ഇതൊക്കെയാണ് മേജർ വ്യത്യാസം എന്ന് പറയുന്നത്. ഇനി ഇത് കൂടാണ്ട് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഞങ്ങൾ പറഞ്ഞതിനകത്ത് എന്തെങ്കിലും തെറ്റുണ്ടെന്നുണ്ടെങ്കിൽ അത് താഴെ കമൻറ്റ് ചെയ്യുക, കാരണം ഞങ്ങൾക്ക് പുതിയ കാര്യങ്ങൾ അറിയാൻ പറ്റും. അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളോട് ചോദിക്കുക, ഞങ്ങൾക്ക് അറിയാവുന്നതാണെന്നുണ്ടെങ്കിൽ ഇവിടുന്നെങ്കിലും തപ്പിയെടുത്ത് പറഞ്ഞുതരാം. താങ്ക് യു.